കഴിഞ്ഞ ഒരു ദിവസത്തെ റീലോടുകൂടി ഇൻസ്റ്റാഗ്രാമിൽ നിറയെ ഫോളോവേഴ്സ് ആയെന്നേ. ഞാൻ അതിന്റെ ത്രില്ലിലാ. ഇനി ഇങ്ങനെ പിള്ള കളിച്ച് നടന്നാലൊന്നും പോരാ. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യണം. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നാണല്ലോ സ്പൈഡർമാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോണ്ട് ഇൻബോക്സിൽ ഒരു മണിയടി. എന്നെ പോലെ 40 കഴിഞ്ഞ ഒരു സ്ത്രീ ചോദിക്കാണ്, എങ്ങനെയാ സെൽഫ് ലവ് ചെയ്യുക? ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയാറുണ്ടല്ലോ, സ്വയം സ്നേഹിക്കണം എന്ന്. അതിപ്പോ എങ്ങനെയാന്ന്? എന്റെ പാവം പെണ്ണുങ്ങളെ, സ്വയം സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് പോലും അറിയാത്തത്രയും നൈവാണോ നമ്മളൊക്കെ? ഞാനെന്താ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾക്കിപ്പം ഒരു വിശിഷ്ട വസ്തു കിട്ടിയെന്ന് വിചാരിക്കുക. ഫോറിനിൽ നിന്നുള്ള ചോക്ലേറ്റോ അങ്ങനെയൊക്കെ ഉള്ളത്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായ വസ്തു. അപ്പോ എന്താ ചെയ്യുക നിങ്ങള്? അത് നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കും. കുട്ടികൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മറ്റാർക്കെങ്കിലും വേണ്ടി. എന്നാൽ ഇനിമേൽ അങ്ങനെ ചെയ്യരുത്. ഈ വിശിഷ്ട വസ്തു ഒരു പ്രതീകമാണ്, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിന്റെ ഒക്കെ. മറ്റൊരാൾക്ക് വേണ്ടിയും അതൊന്ന് മാറ്റി വെക്കാതിരിക്കുക. എന്നാൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയും വേണം. നമ്മുടെ ആഗ്രഹങ്ങള്, ഇഷ്ടം, സന്തോഷം, ഭാവി ഇതൊക്കെ നമ്മൾ എത്രയോ കാലം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇനി കുറച്ചു കാലം നമുക്ക് വേണ്ടി. അങ്ങനെയല്ലേ വേണ്ടത്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.